അങ്ങനെ 26-ാം തീയതി രാത്രി 9 മണിക്ക് കല്ലൂസിനെ എൻ്റെ അടുത്ത് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് വേണം പറയാൻ. കയ്യിലല്ല, എനിക്കിങ്ങനെ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അമ്മ എടുത്തിട്ട് സൈഡിൽ വെച്ചിട്ട് അവൾക്ക് പാൽ കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് ഫീഡിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കുറേ കുട്ടികൾ വലിച്ചു കുടിക്കുന്നില്ല, അവർക്കൊക്കെ അങ്ങനെയുള്ള കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവള് അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളെ കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. കാരണം കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാണ്. ഞാൻ ചോദിച്ചു അമ്മയോട് എന്താ ഇത്ര സമയം പാൽ കൊടുക്കാൻ വരാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു NICയിൽ ഉണ്ടായത് കുറേ സമയം, ബാക്കി പിന്നെ അവരവിടുന്ന് പൊടി കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഫീഡ് ചെയ്തു. പിന്നെ അവൾ 2 മണിക്കൂർ, പിന്നെ ഓരോ 2 മണിക്കൂർ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു അവളെ കാണാൻ വേണ്ടിയിട്ട്. 9 മണിക്ക് വന്നു, പിന്നെ 10 മണി 11 മണിയാകുമ്പോൾ വീണ്ടും വരും. പിന്നെ 12 മണിക്ക് അതായത് രാവിലെ വരെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഈ കാരണം ഞാൻ അറിയില്ലോ അമ്മ കൊണ്ടുവരുമല്ലോ എന്നൊക്കെ ആയിരുന്നു. അന്ന് അമ്മയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാത്രി. പിന്നെ അച്ഛനും ഏട്ടൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഏട്ടൻ്റെ അമ്മയൊക്കെ പുറത്തായിരുന്നു. നമുക്ക് ഒരാൾക്ക് മാത്രമേ ഉള്ളിലോട്ട് കയറാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ എൻ്റെ അമ്മയായിരുന്നു കുഞ്ഞിൻ്റെ അടുത്തുണ്ടായിരുന്നത്. പക്ഷെ പുറത്ത് കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനും ഏട്ടൻ്റെ അമ്മയും കൂടെ ആയിരുന്നു പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു, സ്റ്റിച്ചിട്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആണ് വാർഡിലോട്ട് മാറ്റിയത്. വാർഡിലോട്ട് പോവാൻ ശരിക്കും പറഞ്ഞിങ്ങനെ കൊതിയായിരുന്നു, കാരണം അവളുടെ തന്നെ നിൽക്കാമല്ലോ. അങ്ങനെ വാർഡിലോട്ട് പോയി. നല്ല വേദന ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇവളെ കാണുമ്പോൾ ആ വേദന അങ്ങ് പോകും അത്രമാത്രം. അങ്ങനെ 2-3 ദിവസം ഡോക്ടറോട് ഡിസ്ചാർജ് ആവോ, ഇത് സ്റ്റിച്ച് എടുക്കാതെ വരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമുക്കെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലായതുകൊണ്ട് അകത്ത് ഒരാളെ മാത്രമേ കയറ്റുകയും ചെയ്യൂ. പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ ഇവരൊക്കെ പുറത്ത് നിൽക്കണം, അമ്മയൊക്കെ. ആ ടൈമിൽ ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഈ കിടന്ന് കരയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താ ചെറിയ കുഞ്ഞല്ലേ, എങ്ങനെയാണ് എടുക്കണ്ടേ, എന്താ ചെയ്യണ്ടേ, എന്തിനാ കരയുന്നതെന്ന് പോലും തിരിയില്ല. പിന്നെ നമുക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനൊറ്റയ്ക്ക് ബെഡിൽ കിടത്തിയിട്ട് വേണം പോകാൻ. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു 4-5-ാമത്തെ ദിവസം നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജായി. വീട്ടിലെത്തിയത് രാത്രി 8 മണിയായിട്ടായെന്ന് തോന്നുന്നു. നമ്മളിവിടെ രാത്രി കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ കയറിയപ്പോൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ അനിയത്തിയും മലയമ്മമാർ അവരൊക്കെ എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു കുഞ്ഞിനെ കാണാനായിട്ട്. അങ്ങനെ ഇവിടെ എത്തി. രാത്രി അന്ന് എത്രയോ കാലത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം സ്വന്തം വീട്ടിലെത്തി കിടന്നുറങ്ങണ്ടാവോ, എന്തോ ഒരു സമാധാനമായിരുന്നു എന്നറിയാമെന്ന്. അങ്ങനെ പിന്നെ 2 മണിക്കൂർ കൂടുമ്പോൾ അറിയേണ്ടതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറങ്ങലില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അറിയില്ലോ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു എനിക്ക്. അങ്ങനെ അവൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അറിയും, എന്നാലും വലിയ വാശിയോ അങ്ങനെ നിർത്താതെയുള്ള കരച്ചിലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവളെ പാല് കൊടുത്ത് പിന്നെ നമ്മളെ നൂലുകെട്ടിൻ്റെ അന്ന് ഏട്ടനില്ലാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. എന്നാലും നൂലുകെട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. നമ്മൾ 2 പേരും മുന്നേ പെൺകുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിലോ വെച്ചിട്ട് പേര് കുറച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടൊരു പേരാണ് കൽഹാര എന്ന് പറയുന്നത്. ഇഷ്ടമായി, അതുകൊണ്ട് നമ്മൾ അതിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നൂലുകെട്ടിൻ്റെ അന്ന് കൽഹാര സഞ്ജയ് അങ്ങനെയാണ് ഫുൾ നെയിം വരുന്നതുകൊണ്ട് നമ്മൾ കല്ലൂസ് എന്ന് വീട്ടിൽ നിന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾക്ക് പേരിട്ടു. പിന്നെ അന്ന് നമ്മൾ തൊട്ടിൽ കിടത്തി. പിന്നെ അങ്ങനെ പോയി 1 വയസ്സ് വരെയുള്ള ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ അവളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ, അല്ലാതെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. വയസ്സായത്, അതിൻ്റെ ഇടയിൽ കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ, അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, എന്നാലും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. പിന്നെ അന്നേരമൊക്കെ ഏട്ടൻ ഇവളെ കണ്ടില്ലല്ലോ, നേരിട്ട് കണ്ടില്ലല്ലോ എന്നുള്ള വിഷമം ആകെ വീഡിയോ കോളിലൂടെ മാത്രമേ ഇവളെ കാണൂ. പക്ഷെ ഇവള് കുറച്ചറിയാനായപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഏട്ടനെ നോക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 1 വയസ്സാവാനാവുന്ന ടൈമിൽ ജനുവരി 26-ന് ഏട്ടൻ വന്നു. ഫെബ്രുവരി 26-ന് ഇവളെ ബർത്ത്ഡേ. ജനുവരി 26-നാണ് ഏട്ടൻ ആദ്യമായിട്ട് ഇവളെ കാണുന്നത്. അങ്ങനെ കണ്ടു.
ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ഇവൾ കയ്യിലോട്ട് പോയിരുന്നു. നമുക്കൊക്കെ പേടിയുണ്ടായിരുന്നു കയ്യിലോട്ട് പോവില്ലയോ എന്നൊക്കെ. പക്ഷെ കയ്യിൽ പോയി. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അന്നായിരുന്നു ഏട്ടൻ്റെ ബർത്ത്ഡേ. അപ്പം ഏട്ടൻ വന്നാടെ തന്നെ ഞാനൊരു സർപ്രൈസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ അച്ഛ, അതായത് അച്ഛനായിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അച്ഛ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഏട്ടൻ വന്നാടെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അന്ന് അമ്പലത്തിലൊക്കെ ഉത്സവത്തിൻ്റെ സമയമായിരുന്നു. അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവളെയും കൊണ്ട് പറശ്ശിനിയിൽ മാടായിക്കാവിൽ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയൊക്കെ ആയിട്ട്. പിന്നെ ഏട്ടൻ്റെ കൂടെ ബീച്ചിൽ അങ്ങനെയുള്ള, അതായത് അവളെയും കൊണ്ട് നമ്മളിങ്ങനെ ഔട്ടിങ്ങിനായിട്ട് പോകുന്നത് ഏട്ടൻ വന്നതിന് ശേഷം. അല്ലാതെ ഇപ്പം അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ അമ്പലത്തിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ അച്ഛന് വണ്ടിയിലുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. പക്ഷെ എന്നാലും ഒരു കറക്റ്റെന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഏട്ടൻ വന്നതിന് ശേഷം നമ്മൾ പോയി. അവൾ ആ ടൈം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. പിന്നെ അവളെ ഫസ്റ്റ് ബർത്ത്ഡേ ആവാനായി. നമ്മുടെ നല്ല ഗ്രാൻഡ് പരിപാടിയൊന്നും അല്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, ബാക്കി പിന്നെ പോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫാമിലി മാത്രം വെച്ചിട്ട് ആഘോഷിക്കാമെന്ന് വെച്ചു. പക്ഷേ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മളെല്ലാവരെയും വിളിച്ച്, ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നാട്ടുകാരായാലും എല്ലാവരെയും വിളിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏട്ടനെ കൊണ്ടാവുന്ന രീതിയിൽ ഏട്ടൻ മാക്സിമം അത് ഞാനൊന്നും ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് ഏട്ടനൊന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നെന്ന് മാത്രം. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെ ഓടി നടന്ന് ചെയ്തത്. അതായത് ഏട്ടൻ വന്നന്ന് തൊട്ട് ഏട്ടനെ പോകുന്ന വരെ റെസ്റ്റില്ലാത്ത ഓടലായിരുന്നു. കാരണം അങ്ങനെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായാലും അതിനിടയിൽ ഏട്ടൻ്റെ വീട് കുറച്ചൊന്ന് നമ്മളെ പെയിൻ്റൊക്കെ അടിച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായാലും ഒക്കെ എല്ലാവരും, ഏട്ടൻ മാത്രമല്ല ഏട്ടൻ്റെ വീട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും എല്ലാവരും ഓടി നടന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേയുടെ അന്ന് ഏട്ടൻ്റെ ഫ്രണ്ട്സ് പറയാതിരിക്കാൻ വയ്യ. ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും. പിന്നെ നമ്മളെ ആ ഒരു ഡെക്കറേഷൻ അത് പറയാതിരിക്കാൻ പറ്റില്ല. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. രാത്രി അത് കാണാനായിട്ട് നല്ലതാണ്. ആ പ്രായത്തിൽ അവൾക്കൊന്നും തിരിയാറായിട്ടില്ലെങ്കിലും നമ്മളതൊക്കെ എടുത്തു വെച്ചാൽ ഭാവിയിൽ അവൾക്കത് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ഇങ്ങനെ ആയിരുന്നല്ലേ എന്ന് വിചാരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ കേക്കൊക്കെ മേടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയി. അവൾക്ക് കുറേ ഡ്രസ്സും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം അന്ന് രാത്രി തന്നെ നമ്മൾ അൺബോക്സ് ചെയ്തു. കാരണം പിന്നെ കുറച്ച് ദിവസം ഏട്ടൻ ഉണ്ടാവില്ല, ഏട്ടൻ പോകാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അന്ന് രാത്രി തന്നെ എല്ലാം അറേഞ്ച് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു വയസ്സ് കഴിഞ്ഞു, ഏട്ടൻ അങ്ങ് പോയി. ഏട്ടൻ പോയിട്ട് പിന്നെ വന്നത് ഇപ്പം കഴിഞ്ഞ മാസം ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതുവരെ അവളെ കൊണ്ടെന്ന് പറഞ്ഞാൽ അവൾ രാത്രി ഉറങ്ങില്ല എന്നുള്ളൊരു പ്രശ്നം വെച്ചാൽ അവളെ കൊണ്ട് വലിയ കച്ചറയൊന്നുമില്ല. ആളൊക്കെയാണ്, നല്ല വൈബാണ്. അതായത് അവൾ ആക്റ്റീവാണ്. എനിക്കും വേണ്ടുന്ന അങ്ങനെ, അതായത് ഒരു ആരോടും മിണ്ടാതെ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, നല്ല എല്ലാവരോടും നല്ല മിങ്കിളായി പോകുന്ന ഒരു ടൈപ്പാണ്. കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ത് കാര്യം പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്തെടുക്കും. നമ്മളൊരു കാര്യം ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ മതി, അവൾക്കത് മനസ്സിലാവും. പിന്നെ എന്തായാലും അവളെ കൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. ആൾ നല്ല വൈബിലൊരാളാണ്. നല്ല ആക്റ്റീവാണ് ആൾ. എനിക്ക് നമ്മുടെ ആ ഒരു ഇതിൽ പോകുന്ന ഒരാൾ തന്നെയാണ്, പിന്നെ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഏട്ടൻ വന്ന് ആ സമയത്ത് അവളെ അച്ഛനോട് നല്ല അറ്റാച്ച്ഡ് ആയത്. എന്നെക്കാളും ഏട്ടനെ അവൾ അച്ഛ വിളിച്ചിട്ട് ഏട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു ആ സമയം. അപ്പോൾ ഏട്ടൻ പോകുമ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ പോയാലേ പറ്റൂ, സാരമില്ല, കുറച്ച് ആളെയുമ്പോൾ ശരിയാവും. അപ്പോൾ ഇതാണ് കല്ലൂസിൻ്റെ ജേണി എന്ന് പറയുന്നത്. ഇപ്പോൾ കല്ലൂസ് 2 വയസ്സിലെത്തി നിൽക്കുവാണ്. അപ്പോൾ എന്താ പറയുക, ദൈവത്തിനോട് വലിയൊരു നന്ദി പറയുന്നു. കാരണം നല്ലൊരു മോളെ നമുക്ക് 2 പേർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നതിന്, നമുക്ക് 2 പേർക്കും അല്ല നമുക്ക് എല്ലാവർക്കും ഫാമിലിയിൽ മൊത്തമായിട്ട്
കുറച്ച് നമ്മളെല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ലൊരു മോളെ നമുക്ക് കിട്ടിയതിൽ ദൈവത്തിനോട് ആദ്യമായിട്ട് നന്ദി പറയുന്നു. അങ്ങനെ ഇന്നും ഇത്രയും കാലം ഉള്ളതിനേക്കാളും ഹാപ്പി ആയിട്ട് വലിയൊരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ നമ്മുടെ ഫാമിലിയുടെ കൂടെ അവൾ അവളുടെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് അങ്ങോളം പോകണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അതിനുള്ളൊരു അവസരം ദൈവം ഉണ്ടാക്കി കൊടുക്കട്ടെ. അവൾ അവളുടേതായ രീതിയിൽ ജീവിക്കട്ടെ. അവളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിക്കൊണ്ട് തന്നെ ജീവിക്കട്ടെ. എന്തിനും സപ്പോർട്ട് ചെയ്ത്, നല്ല കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് എപ്പോഴും നമ്മൾ അച്ഛനും അമ്മയും നമ്മളും ഫാമിലിയും കൂടി ഉണ്ടാവും. അത്ര മാത്രമേ പറയാനുള്ളൂ. ഇത് ജസ്റ്റ് അവൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന രീതിയിലുള്ളൊരു വീഡിയോ മാത്രമാണ്. എത്ര പേര് ഇത് മുഴുവൻ കണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നവർക്ക് ഇത് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒന്നാണ്. അതെനിക്കെന്തോ അവളുടെ ആ ഒരു സ്റ്റോറി എത്ര ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇതിലില്ല, ജസ്റ്റ് ഷോർട്ടാക്കി. എന്നാലും ഭാവിയിൽ അവളിത് കാണുമ്പോൾ അവൾക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം അത്ര എനിക്ക് വേണ്ടു. അപ്പോൾ ഞാൻ അധികമൊന്നും പറയുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.